Dear students, ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് റിപ്പിൾ ഫാക്ടർ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഒരു റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് കണ്ടു. ഔട്ട്പുട്ട് വേവ് ഫോം, അത് വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും അതിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ ഡി സി. ദ ഔട്ട്പുട്ട് ഓഫ് എ റെക്ടിഫയർ കൺസിസ്റ്റ് ഓഫ് എ ഡി സി കോമ്പണൻറ്റ് ആൻഡ് എൻ എ സി കോമ്പണൻറ്റ് എന്ന് പറയാൻ പറ്റും. ദ എ സി കോമ്പണൻറ്റ് ഈസ് കോൾഡ് റിപ്പിൾസ്. So in the case of a full wave rectifier, the undesired AC component has a frequency double that of the input frequency. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. This is because in each half cycle of the output, the AC component has a variation of one cycle. The ripple is superimposed on the DC current. അപ്പം ഒരു ഔട്ട്പുട്ട് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് AC കോമ്പണൻറ്റും DC കോമ്പണൻറ്റും ഉണ്ട്. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ എത്രത്തോളം ഒരു എ സി കോമ്പണൻറ്റിൻ്റെ മെഷർമെൻ്റ് ഉണ്ട് എന്നുള്ളതിന് ഒരു മെഷർമെൻ്റാണ് നമുക്കെന്ത് പറയുന്നത്, റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. റിപ്പിൾ ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ RMS വാല്യൂ ഓഫ് എ സി കോമ്പണൻറ്റ് ടു ദ വാല്യൂ ഓഫ് ഡി സി കോമ്പണൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, IAC ഡിവൈഡഡ് ബൈ IDC. ഇനി നമുക്ക് ഇതിനൊരു എക്സ്പ്രഷൻ, നമുക്ക് RMSൻ്റെ വാല്യൂ അറിയാം, അതുപോലെ IDCയുടെ ഒക്കെ വാല്യൂ അറിയാം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് RMS ആൻഡ് IDC വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എൻ എക്സ്പ്രഷൻ ഫോർ ദി റിപ്പിൾ ഫാക്ടർ. അപ്പോൾ നമുക്ക് ആദ്യം RMSനുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് I² DC പ്ലസ് I² AC ആണ്. RMS റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് I² RMS ഇസ് ഈക്വൽ ടു I² DC plus I² AC. So from that I² AC is equal to I² RMS minus I² DC എന്ന് വരും. So IAC will be equal to root of I² RMS minus I² DC. ഓക്കെ, അപ്പോൾ IACയുടെ എക്സ്പ്രഷനായി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ റിപ്പിൾ ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ IAC ബൈ IDC ആണ്. അതിൽ നമ്മൾ IACക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റൂട്ട് ഓഫ് I² RMS മൈനസ് I² DC ഇൻ ദ ന്യൂമറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഹോൾ ഡിവൈഡഡ് ബൈ I² DC. ദെൻ യു ക്യാൻ ടേക്ക് IDC ഇൻസൈഡ് ദ റൂട്ട്, സോ ഇറ്റ് ബിക്കംസ് I² DC. So the expression becomes this is the expression that is root of I² RMS minus I² DC divided by I² DC എന്നുണ്ടാവും. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ, ഇതിൽ IAC ബൈ IDC ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ടേമിനാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് രണ്ട് ടേമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് I² RMS ബൈ I² DC-യും second term minus I² DC divided by I² DC. So that will be equal to 1. So the final expression is equal to root of I² RMS by I² DC minus 1. ഇനി ഇതാണ് എക്സ്പ്രഷൻ നമുക്ക് I² RMSൻ്റെ I² IDCയുടെ ഒക്കെ ടേംസിൽ. സോ ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റിമെമ്പർ ദ ഫസ്റ്റ് എക്സ്പ്രഷൻ, റിപ്പിൾ ഫാക്ടർ ഇസ് ഈക്വൽ ടു IAC ബൈ IDC. ദാറ്റ് എക്സ്പ്രഷൻ യു ഹാവ് ടു യൂസ് ഇൻ ദ കേസ് ഓഫ് യുവർ പ്രാക്ടിക്കൽ ലാബ്. ഇവിടെ നമുക്ക് തിയറിറ്റിക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ദ എക്സ്പ്രഷൻ, ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് I² RMS ബൈ I² DC മൈനസ് 1 അണ്ടർ റൂട്ട്. ഇതാണ് ഈ എക്സ്പ്രഷനാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി നമ്മൾ രണ്ട് കേസ് ഉണ്ട് നമുക്ക്. ഫുൾ വേ റെക്ടിഫയറിൻ്റെ കേസിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എത്ര കിട്ടും, RMS എന്ന് പറഞ്ഞാൽ IM/√2 ആണ്. IDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2IM/π ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് IM/√2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2IM/π ദി ഹോൾ സ്ക്വയർ മൈനസ് 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ π² ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൽ എന്ത് വരും, IM² ഗെറ്റ് ക്യാൻസൽ ചെയ്യും. മുകളിൽ 1/2 വരും, √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. താഴെ നമുക്ക് 4 ഡിവൈഡഡ് ബൈ π² വരും. അപ്പോൾ നമുക്കത് റിവേഴ്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 1/2 by 4/π. So it will π² that is equal to π² divided by 8 എന്ന് വരും. സോ റൂട്ട് ഓഫ് π² by 8 minus 1 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.48 ആണ്. So ripple factor in the case of a full wave rectifier is 0.48. This is an important result.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ നോക്കി നോക്കൂ. IAC/IDC ആണ് നമുക്ക് 0.48 എന്ന് കിട്ടിയിരിക്കുന്നത്. സോ റേഷ്യോ ലെസ് ദാൻ 1 ആണ് അല്ലേ. സോ ദ റേഷ്യോ ഓഫ് റിപ്പിൾ ഫാക്ടർ ഇൻ ദ കേസ് ഓഫ് എ ഫുൾ വെയർ റെക്ടിഫയർ ഈസ് ലെസ് ദാൻ 1. ഫ്രം ദാറ്റ് യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് IAC/IDC എന്നുള്ള ഫാക്ടറാണ് 0.48 ആയത്. സോ IAC എന്തായിരിക്കും? ഒരു ഫാക്ടർ ലെസ് ദാൻ 0.1 ആണെങ്കിൽ ന്യൂമറേറ്റർ കുറവും ഡിനോമിനേറ്റർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോഴല്ലേ ഒരു ഫാക്ടർ ലെസ് ദാൻ 1 വരുന്നുണ്ടാവുക. അപ്പോൾ ഈ നമുക്ക് പറയാൻ പറ്റും ഫുൾ വെയർ റെക്ടിഫയറിൻ്റെ കേസിൽ AC കോമ്പണൻറ്റ് DC കോമ്പണൻറ്റിനേക്കാൾ എപ്പോഴും കുറവാണ്. അത് ലെസ് ദാൻ ഹാഫ് ആണ്. 1/2 ആണെങ്കിൽ നമുക്ക് 0.5 ആണ് കിട്ടേണ്ടത്, അതിനേക്കാളും കുറവാണ്. അതായത് DCയുടെ ജസ്റ്റ് ഹാഫ് പാർട്ട് മാത്രമേ ഇത് വരുന്നുള്ളൂ, AC കോമ്പണൻറ്റ് വരുന്നുള്ളൂ. ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്. ഫുൾ വെയർ റെക്ടിഫയറിൻ്റെയും ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെയും റിപ്പിൾ ഫാക്ടർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് AC കോമ്പണൻറ്റും മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ DC കോമ്പണൻറ്റും. നമ്മൾ വോൾട്ടേജ് മെഷർമെൻറ്റാണ് എടുക്കുന്നത്. RMS വാല്യൂ AC കോമ്പണൻറ്റ് ഇവിടെ നമ്മൾ കറണ്ട് വാല്യൂ എടുത്തെങ്കിൽ അവിടെ നമ്മൾ വോൾട്ടേജ് വാല്യൂൻ്റെ AC കോമ്പണൻറ്റ് എടുക്കും, അതുപോലെ വോൾട്ടേജിൻ്റെ DC കോമ്പണൻറ്റ് എടുക്കും. അപ്പോൾ ഒരു ഫുൾ വെയർ റെക്ടിഫയർ ബ്രിഡ്ജ് ആണെങ്കിലും നമ്മൾ ഫുൾ വെയർ റെക്ടിഫയർ സെൻറ്റർ ടാപ്ഡ് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ വേറെ എക്സ്ട്രാ സർക്യൂട്ടൊന്നും ആഡ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് വേറെ ഫിൽറ്റേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇപ്പോഴും എന്തായിരിക്കണം? 0.48. ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് വാല്യൂ. This shows that the output of a full wave rectifier, the DC component is more than the AC component. As a result, the pulsation in the output will be less and is commonly used for conversion of AC into DC. AC-നെ DC ആക്കാൻ ഇതിൽ AC കോമ്പണൻറ്റ് ലെസ് ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫുൾ വെയർ റെക്ടിഫയർ ആണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് AC-നെ DC ആക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. ഇതേ കേസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ കേസിൽ നമുക്കറിയാം RMS is equal to Im/2 ആണ്. IDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Im/π ആണ്. നേരത്തെ കേസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റിപ്പിൾ ഫാക്ടർ നമുക്ക് കിട്ടുന്നത് Im/2 the whole square divided by Im/π the whole square minus 1 under root ആണ്. അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, മുകളിൽ 1/4 വരും, താഴെ വരുന്നത് 1/π². സോ ഇറ്റ് ഈസ് π²/4 വരും. π²/4 - 1 അത് വാല്യൂ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1.21. 1.21 means IAC/IDC is equal to 1.21 ആണ്. ദാറ്റ് ഈസ് AC1. റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ACയുടെ വാല്യൂ IAC ഈസ് ഗ്രേറ്റർ ദാൻ IDC. അതായത് ഒരു ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് AC കോമ്പണൻ്റ് ആണ് DC കോമ്പണൻറ്റിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് കൺവേർട്ടർ ഫോർ AC ഇൻറ്റു DC എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലി ഇത് രണ്ട് പാർട്ടും ചെയ്യുന്നുണ്ട്. ഹാഫ് വെയർ റെക്ടിഫയറും ചെയ്യുന്നുണ്ട്, ഫുൾ വെയർ റെക്ടിഫയറും ചെയ്യുന്നുണ്ട്. അത് ഇതിന് നമ്മൾ പറയുന്ന ഈ പാർട്ടിന് പറയുന്നത് വിത്തൗട്ട് ഫിൽറ്റർ എന്നാണ്. വിത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ വിത്ത് ഫിൽറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വിത്തൗട്ട് ഫിൽറ്റർ, അതായത് നമ്മൾ നേരത്തെ പഠിച്ച അതേ സർക്യൂട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പിൾ ഫാക്ടർ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. മൾട്ടിമീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് AC കോമ്പണൻറ്റ് മെഷർ ചെയ്യാം, വോൾട്ടേജിൻ്റെ DC കോമ്പണൻറ്റ് മെഷർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ ഇൻപുട്ട് കണ്ടീഷനും അതായത് നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോഴും ഈ റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ DC ഔട്ട്പുട്ടിൽ വരുന്ന AC കോമ്പണൻറ്റിൻ്റെ വാല്യൂ നമ്മൾ നോക്കി, അതുപോലെ DC കോമ്പണൻറ്റിൻ്റെ വാല്യൂ നോക്കിയിട്ട് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഈ റിസൾട്ട് ഇഫ് ഇറ്റ് ഈസ് എ ഹാഫ് വെയർ റെക്ടിഫയർ ദ വാല്യൂ ഈസ് 1.21 ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് എ ഫുൾ വെയർ റെക്ടിഫയർ ദ വാല്യൂ ഈസ് 0.48 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് നമ്മളൊരു കമ്പാരിസൺ നടത്താണ്. ഹാഫ് വെയർ റെക്ടിഫയറും സെൻറ്റർ ടാപ്പും ഫുൾ വേവും അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ. മാക്സിമം എഫിഷ്യൻസി ഫസ്റ്റ് വണ്ണിൽ 40.6, അടുത്ത രണ്ട് കേസിലും 81.2% ആണ്. റിപ്പിൾ ഫാക്ടർ 1.21 ആണ് ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ കേസിൽ. ബാക്കി രണ്ട് കേസിൽ അത് 0.48 ആണ്. ദെൻ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് വേവിൻ്റെ കേസിൽ അത് ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെയാണ്. സെൻറ്റർ ട്രാപ്പ് ഫുൾ വേവ് ആണെങ്കിലും ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിലും ഇറ്റ് ഈസ് 2 times ദ ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ കേസിൽ VM ആണ്. സെൻറ്റർ ട്രാപ്പിൻ്റെ ഫുൾ വെയർ റെക്ടിഫയറിൻ്റെ കേസിൽ അത് 2 VM ആണ്. ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസിൽ അത് VM ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസനായിട്ട് പറയാനുള്ളത്. അപ്പം റിപ്പിൾ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അത് നമുക്ക് ഓരോ കേസിലും അതിൻ്റെ AC കോമ്പണൻറ്റ് എത്രത്തോളം ഔട്ട്പുട്ടിൽ AC DC ഒരു കമ്പാരിസൺ നടത്തി വെക്കാണ്. ഹൗ മച്ച് AC കോമ്പണൻറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ
ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹൗ മച്ച് എ സി കോമ്പണൻറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ വേവ് ഫോം അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോം ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദി റിപ്പിൾ ഫാക്ടർ.